ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ റിസോർട്ടിൻ്റെ വ്ളോഗായിട്ട് ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. വയനാട് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് എന്ന് പറയുന്നത് സ്റ്റേക്കേഷൻ്റെതാണ് കേട്ടോ. ഒരു 1 day 2 day ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അതിൽ 1 day സ്റ്റേക്കേഷൻ്റെ ആയിട്ട് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിസോർട്ട് വരുന്നത് വയനാടാണ് കേട്ടോ. വയനാട് എത്തണ്ട, മാനന്തവാടി ഒരു ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ അഡ്രസ് വയനാട് എന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേര്. ഞാനൊരു റീല് കണ്ടിട്ട്, ഒരു ഇൻഫ്ലുവൻസറിൻ്റെ റീല് കണ്ടിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഏത് റിസോർട്ടിൽ പോകാമെന്നുള്ളതിൽ അങ്ങനെ കണ്ടിട്ട് ഞാൻ നോക്കിയതായിരുന്നു. സത്യം പറയാലോ, നല്ല അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ, നല്ലൊരു കസ്റ്റമർ സർവീസും കേട്ടോ അവിടെ ഉണ്ടായത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ദോശയും കടലക്കറിയും പുട്ടും അങ്ങനെ കുറച്ച് സംഭവങ്ങളായിരുന്നു ഉണ്ടായത്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കേട്ടോ, മോർണിംഗ് മാത്രമേ ഉണ്ടാവും. പിന്നെ ഉച്ചക്കത്തെ ഫുഡും നൈറ്റുള്ള ഫുഡെല്ലാം നമ്മൾ പുറത്തുനിന്ന് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാവും. ബാക്കി ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. നൈറ്റ് കേട്ടോ ഇവിടെ പ്രത്യേകിച്ചൊരു വൈബ് തോന്നിയിട്ടുള്ളത്. ലൈറ്റും കാര്യങ്ങളിലായിട്ട് ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടെന്ന് അവിടെ ബോർഡിലുണ്ടായിരുന്നു. പക്ഷേ നമ്മളുള്ള ടൈം ഉണ്ടായിട്ടില്ല കേട്ടോ. കോട ഇങ്ങനെ ഇറങ്ങുന്നതാണോ സത്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പുമായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്ക് റിസോർട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടായത്. പൂളിൽ ഇറങ്ങുമ്പോൾ എന്താ തണുപ്പ് പറയുമോ, കോടേൻ്റെ ഇറങ്ങുന്നതിൻ്റെ ആ തണുപ്പ് വെച്ചിട്ട് പൂളിലായാലും ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ റൂം എടുത്ത് വരണ്ടായിരുന്നു. നന്നായിട്ട് അവർ ക്ലീൻ ആക്കിയിട്ടുണ്ട്, നന്നായിട്ട് ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഒരു 3 ആൾക്കും കൂടി അഫോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരാൾക്ക് 899 അങ്ങനെ ആട്ടോ എടുക്കുന്നത്. നമ്മൾ കപ്പിളായി പോയതുകൊണ്ട് അത്രേ പൈസ ആയിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മൾ വന്നു, ഈവനിങ് ആയിരുന്നു കേട്ടോ എത്തിയത്. അപ്പോൾ ആ ടൈമുള്ള ക്ലൈമറ്റായത് കാണുന്നത്, കോട ഇറങ്ങുന്നത്. ഇതിപ്പോൾ ചെറുതായി ഇറങ്ങി വരുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ നല്ല മഞ്ഞായിരുന്നു. പിന്നെ അവിടെ നിൽക്കുമ്പോൾ നല്ല ഒരു എന്താ പറയുക, വീട്ടിൽ നിൽക്കുന്ന അതേ ഫീലും കാര്യങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. റിസോർട്ടാണെങ്കിലും അതേ ഒരു ടൈപ്പ് ഇരിക്കാനും അല്ലെങ്കിൽ പുറത്തൊക്കെ പോകാനും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ. പിന്നെ നമ്മൾ നൈറ്റ് ഈവനിങ് ടൈം നൈറ്റിൽ വരുന്ന സമയമാകുമ്പോൾ അവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്. അവിടെ പോയിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ നൈറ്റ് ഫുഡ് വാങ്ങിച്ചു. മന്തിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ എന്താ ഞാൻ പറഞ്ഞ സംഭവം ഇതാട്ടോ. Whisper truth as they flow down, and their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor. ഈ പൂള് കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെ ഇറങ്ങാൻ തോന്നും കേട്ടോ. അത്രയൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഭയങ്കര വാശി, അവന് കയറാനേ തോന്നുന്നുണ്ടായിട്ടില്ല. അവിടെ തന്നെ അതിൽ തന്നെ ഇരിക്കണം, അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. പിന്നെ കുറച്ച് സമയം നമ്മൾ ഉണ്ടായിട്ടില്ല. അതിന് ടൈമും കാര്യങ്ങളും ഉണ്ട്, രാത്രി 8 മണി വരെ അങ്ങനെ. പിന്നെ നമ്മൾ കുറച്ച് സമയം എന്താ പറയുക, സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു. പിന്നെയും നമ്മൾ ഇറങ്ങി കൂടുതൽ മോൻ്റെ കുസൃതി കണ്ട്. പിന്നെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ നൈറ്റായപ്പോൾ. അതിൻ്റെ ഇടയിൽ തന്നെ ഒരു മന്തി പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പൊറോട്ട, ചിക്കൻ ബിരിയാണി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മൾ മന്തിയായിരുന്നു ഓർഡർ ചെയ്ത്. ഒരു ചായയൊക്കെ അത് സമയത്ത് കുടിച്ചു. പിന്നെ റൂമിലേക്ക് നമ്മൾ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞില്ലേ നൈറ്റായിട്ടോ ഇവിടുത്തെ അടിപൊളി വ്യൂ ഉണ്ടാകുന്നത്. എനിക്ക് നൈറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മോന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള, കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയയിലുണ്ട്. ഇതാണ് ഓവറോൾ വ്യൂ ഈ റിസോർട്ടിൻ്റെ.
പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ മോർണിംഗ് 2 ഡേ ആയിരുന്നു ഉണ്ടായത്. 1 ഡേ ഇങ്ങനെ കറങ്ങൽ കുറേ സ്ഥലത്ത് പോയി, പിന്നെ 2 ഡേ ഉള്ള ദിവസമായിരുന്നു നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോർണിംഗ് എണീച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റെഡിയായി ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വെക്കേറ്റ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയായി കുറച്ച് സമയം അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് കുറച്ച് സമയം അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ പോയി കാണുക, നല്ല അഭിപ്രായം പറയുക, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നു. ബൈ ബൈ.